അപ്പോൾ ഞാൻ പറഞ്ഞത് പണ്ട് കാലത്തൊക്കെ നെല്ല് വെയിലത്തിട്ട് കഴിഞ്ഞാൽ 3-4 ദിവസം വേണം ഉണങ്ങി കിട്ടാൻ. ഇന്നിപ്പോൾ അത് രാവിലെ ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ഉണങ്ങി കിട്ടും. എന്താ കാര്യം? ചൂടൊക്കെ ഇല്ലാതിരിക്കുക, മരം മുറിക്കുക, തോട് നികത്തുക, പാടം നികത്തുക, കുന്നുകൾ വെട്ടി നിരപ്പാക്കുക, അങ്ങനെ പേര് നശിക്കല്ലേ. ചൂട് കൂടാതിരിക്കുമോ? എന്നാൽ ഞാൻ അഭിപ്രായം പറയാം. ഇതിനെതിരെ നമ്മൾ ശക്തമായ ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ ഉണ്ടാക്കണം. തീർച്ചയായിട്ടും വേണം. ഞാൻ വാർഡ് തലത്തിലൊരു യോഗം വിളിക്കാം. ഇവിടുത്തെ ഗ്രന്ഥശാല സംഘങ്ങൾ, യുവജന പ്രസ്ഥാനങ്ങൾ, അവരെയൊക്കെ വിളിക്കാം. നമുക്കത് അവരെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്താം. ഈ യുവജന പ്രസ്ഥാനം ചെറുപ്പക്കാരൊന്നും ഇതിന് കിട്ടൂല. യുവാക്കളെയൊക്കെ വേണ്ട പോലെ നമ്മൾ വിളിച്ചാൽ അവർ വരും. വേണ്ട പോലെ വിളിക്കണം. അപ്പൊ അടുത്ത യോഗം ഒരു മിനിറ്റ്. ഇന്ന് എത്ര JCB ഉണ്ട്? 3 വണ്ടി എടുക്കും. ശരി, കാര്യം ചെയ്യും. ഞാനൊരു ജീപ്പ് അയച്ചു കൊടുക്കാം. ഓക്കെ. നമുക്ക് അടുത്ത ദിവസം തന്നെ യോഗം വിളിച്ചാലോ? ഇല്ലല്ല, നാളെ എനിക്ക് ചെറിയൊരു ബിസി. അത് പറഞ്ഞാൽ പറ്റില്ല. നിങ്ങളുടെ മുൻകൈ എടുത്തിട്ട് ഒരു യോഗം വിളിച്ചിട്ട് നിങ്ങളില്ലാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നാളെ എന്റെ വീട്ടിൽ 19 മരം മുറിക്കാൻ പെർമിറ്റ് ഉണ്ട്. മരം മുറിക്കാൻ ഞാൻ സ്ഥലത്തോടെ വേണം. മാത്രമല്ല അതിന്റെ കൂടെ 25 മരം കൂടെ കൂട്ടി മുറിക്കണം. ഞാൻ തന്നെ പ്രകൃതി സ്നേഹം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മരം മുറിക്കാൻ നിങ്ങൾക്ക് 4 JCB ഓടണേ, ഇയാള് മരം മുറിക്കണേ. അല്ല, അതിനുള്ള JCB. ഇത് വേറെ കാര്യം. ഇതെല്ലാം അവഹേളിക്കാൻ വേണ്ടി വിളിച്ചാണ്. ഞാനില്ല. അങ്ങനെ നിങ്ങൾ സംസാരിച്ചോ. ഞാൻ പോവാ. അതെന്റെ തൊഴിലാണ്. ഇതെന്റെ തൊഴിലാണ്. ഞാൻ പോവാ. എനിക്ക് വേറെ തോന്നിയില്ല. നിനക്ക് നാട്ടിലെ കുന്നൊക്കെ നിരത്താൻ പറ്റുമെങ്കിൽ എനിക്ക് നാട്ടിലെ മരം മുറിക്കാൻ നോക്കാൻ പറ്റുമോ നോക്കട്ടെ. നിങ്ങൾ കൂടി തീരുമാനിക്കും. ഇനി എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്റെ ബിസിനസ് വിട്ടിട്ട് ഒരു പ്രകൃതി സംരക്ഷണം എനിക്ക് വേണ്ട. മനസ്സിലായില്ലേ? ഇവിടെ മരമുറി, അവിടെ മണ്ണ് വെട്ട്. അപ്പൊ നമ്മളാരായി? ശശീന്റെ അച്ഛൻ ശശീന്ദ്രൻ. അപ്പോ നമുക്ക് ഓരോ കോളയായാലോ? ഇപ്പൊ ഓൻ്റെ മോരും വെള്ള കോളയല്ല.